സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കൊട്ടിക്കലാശം എല്ലാം കഴിഞ്ഞു, ജനം പല വഴിക്ക് പിരിഞ്ഞു. മെയ് 4 എന്ന ഒരു തീയതിയിലേക്ക് കണ്ണൂന്നി എല്ലാവരും നിൽക്കുന്നു. ഇവിടെ നമുക്ക് എടുത്തു പറയാൻ തോന്നിയ ഒരു കാര്യം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷയിലാണ്, തുടർഭരണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. കേരളത്തിൽ UDF പറയുന്നു, കോൺഗ്രസ് പറയുന്നു, ഈ 10 വർഷത്തെ കിരാത ഭരണം അവസാനിപ്പിച്ച് ഞങ്ങൾ നാടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും, വീണ്ടും ഭരണത്തിലേക്ക് വരുമെന്ന് കോൺഗ്രസും അവകാശപ്പെടുന്നു. ഭരണം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വൈതരണികൾ ഈ തെരഞ്ഞെടുപ്പിൽ നീന്തി കിടക്കേണ്ടതായിട്ട് വന്നു. അതിൽ എനിക്ക് തോന്നിയത് പ്രധാന വൈതരണി ആലപ്പുഴയിലാണ് ഉണ്ടാക്കിയത് സുധാകരനാണ്. ഇവിടെ സാർ ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായഗതികൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സുധാകരൻ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അമ്പലപ്പുഴയിൽ മാത്രം ഒതുക്കി നിൽക്കുന്നൊരു സംഭവമായിരുന്നില്ല. അത് കേരളത്തിലെ ഈ 140 മണ്ഡലങ്ങളിലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥികളെ ബാധിച്ചിട്ടുണ്ട്. വോട്ടുകൾ ക്രമാതീതമായി കുറയാൻ സാധ്യതയുള്ളൊരു ഫാക്ടർ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ സംശയമില്ല. ഇപ്പം നമ്മൾ സുധാകരനോട് രാഷ്ട്രീയപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വച്ചു പുലർത്തുന്നവർ പോലും ഒരു വസ്തു അംഗീകരിക്കാറുണ്ട്. കാരണം സുധാകരൻ അഴിമതിക്കാരനല്ല. ഇപ്പോൾ കേരളം പോലുള്ളൊരു സ്ഥലത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അഴിമതിക്കാരനല്ല എന്നുള്ള പേര് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. തീർച്ചയായും അതൊരു സുധാകരൻ്റെ മാത്രത്തെ വിശേഷതയാണ്. ആ സുധാകരൻ കമ്മ്യൂണിസ്റ്റ് മൂശയിലാണ് വാർത്തെടുക്കപ്പെട്ടതെന്നുള്ള വസ്തുതയാണ്. സുധാകരൻ്റെ ഒരു സുധാകര തനിമല്ലാതെക്കിലുണ്ട്. ഇപ്പോൾ സുധാകരൻ കമ്മ്യൂണിസ്റ്റാണ്, ഇത് ശരിയാണ്. പക്ഷെ രാമായണം വായിക്കുന്ന ആളാണ് സുധാകരൻ. മറ്റുള്ളവരാരും വായിക്കില്ല. മറ്റുള്ളവർക്ക് ഇതൊരു ഒരു പിന്തിരിപ്പൻ സംവിധാനമാണെന്ന് പറയുമ്പോൾ ഒരു നമ്മുടേതായൊരു സാംസ്കാരിക അവബോധം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ്. അഴിമതിയില്ലാത്ത ഒരാളാണ്. ഈ നാട് നന്നാവണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത്തരം ഒരാളാണ്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ അവശേഷിച്ചിരിക്കുന്ന ഒരു എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം, ഞാനൊന്ന് ഇടപെട്ടോട്ടെ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കുറച്ചും കൂടി ധിഷണാശാലിയായ, ഞങ്ങളെക്കാൾ കുറച്ചും കൂടി വൈജ്ഞാനികമായ മുൻപന്തിയിൽ നിൽക്കുന്ന ബൗദ്ധിക നിലവാരമുള്ള ഒരാൾ ഇനി ഞങ്ങൾക്ക് മേലെ വേണ്ട, അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തെ തുടർന്നാണോ സുധാകരന് പുറത്തേക്ക് പോകാനൊരു വഴിയൊരുക്കി? അല്ല, അത് ധിഷണാശക്തിയുള്ള നിരവധി ആളുകളോട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാലോ, ഒന്നാമത്തെ പിണറായി സർക്കാരിനകത്ത് നമ്മൾ എന്ത് രാഷ്ട്രീയ വ്യത്യാസം പറഞ്ഞാലും തോമസ് ഐസക്കിനെ കുറിച്ച് നമ്മൾ ആക്ഷേപം പറയില്ല. കാരണം മന്ത്രി എന്ന നിലയ്ക്ക് മികച്ച മന്ത്രിയായിരുന്നു. ശൈലജ ടീച്ചറിനെ കുറിച്ച് ആക്ഷേപം പറയില്ല, നല്ല മന്ത്രിയായിരുന്നു. സുധാകരനെ കുറിച്ച് ആക്ഷേപം പറയില്ല, നല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. രവീന്ദ്രനാഥിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്, മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള എല്ലാ മന്ത്രിമാരെയും മാറ്റിയിട്ട് താരതമ്യേന കഴിവ് കുറഞ്ഞ ഇപ്പൊ ശിവൻകുട്ടി എങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയാം? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു തമാശ ഇറങ്ങിയിട്ടായിരുന്നു. ആ ഒരു മൊണാലിസ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കല്യാണം അയാൾ നടത്തി കൊടുത്തല്ലോ. വിവരമില്ല എന്നുള്ളത് സംശയമില്ല. അപ്പൊ അതിനാണ് ഇന്ന് ഒരു ട്രോൾ ഇറങ്ങിയിട്ട് അതിനെ കുറിച്ചിട്ട്. 16 വയസ്സാണെന്നുള്ളത് എനിക്ക് നേരത്തെ മനസ്സിലായി. പക്ഷെ 16, 21 താഴെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ 21 16 വലുത് ചെറുത് എന്നുള്ള വിവരം കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിക്ക് അറിഞ്ഞൂടാ. ശിവൻകുട്ടിക്ക് അത് മാത്രമല്ല, ശിവൻകുട്ടിയോട് ഞാൻ ഒരു മൂന്നക്ക സംഖ്യ കൃത്യമായിട്ട് പറയാൻ ഈ മനുഷ്യൻ സാധിക്കുമോ? 4 അക്കം പോട്ടെ, ഒരക്ക സംഖ്യ പോലും പറയാൻ സാധ്യമല്ലാത്ത ഒരാളെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഏൽപ്പിച്ചു കൊടുത്ത പിണറായി വിജയന്റെ ദുഷ്ടബുദ്ധിയാണ് അവിടെ നമ്മൾ ശിവൻകുട്ടി കാണാം. അതുപോലെ തന്നെ വീണ ജോർജിന് വിവരം ഉണ്ടെന്നുള്ള വിവരം പഴയ മാധ്യമപ്രവർത്തകരും പറയാറില്ല. കാരണം അവർ നേരത്തെ ഇന്ത്യ വിഷനിലാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ വിഷനിൽ അവർ ഒതുക്കി നിർത്തിയിരുന്ന ആൾ നികേഷാണ്. നികേഷ് എന്ന് പറയുന്ന ആള് എം വി രാഘവന്റെ മകനെ കേട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തവണ സീറ്റ് കൊടുക്കാത്ത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വാദരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. ഈ നികേഷ് കുമാറുള്ള ചാനലായിരുന്നു ഇന്ത്യ വിഷനിൽ എവിടെയായിരുന്നു വീണ ജോർജിന്റെ സ്ഥാനം? അങ്ങനെയുള്ള വീണ ജോർജിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന് മാർത്തോമ സഭയുടെ പേരിൽ അവരെ മത്സരിപ്പിച്ച്, അവരുടെ ഭർത്താവ് മാർത്തോമ സഭയുടെ സെക്രട്ടറി എന്തോ ആയിരുന്നു ജോർജ്, അതിൻ്റെ പേരിൽ കയറി മത്സരിപ്പിച്ച് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് 2ാം വട്ടം അവർ മന്ത്രിയാക്കി. കേരളം കണ്ട ഏറ്റവും കഴിവ് കുറഞ്ഞ മന്ത്രിമാരിലെ നിരവധി ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള മന്ത്രി. ആ പേരാണ് വീണ ജോർജിന്റെ പേര്. അവസാനം അവർ വിളിച്ച് നാടകം മാത്രം പോരെ ഒരാളുടെ കഴിവിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് കരിങ്കൊടി വീശി കരിങ്കൊടി വീശി കണ്ടപ്പോൾ കഴുത്തുളിക്കുന്ന അങ്ങനെയുള്ളൊരു വീണ ജോർജ്.
അതുപോലെ തന്നെ നല്ല മന്ത്രിമാരെ മുഴുവൻ മാറ്റിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ല ആളുകളില്ല നമ്മളാരും പറയുന്നില്ല. നല്ല ആളുകൾക്കൊന്നും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ യാതൊരു സ്ഥാനമില്ല. അവർക്ക് കഴിവുണ്ടാവാം, വിദ്യാഭ്യാസം ഉണ്ടാവാം, വിവരം ഉണ്ടാവാം. ആ വിവരമുള്ളവരെ എല്ലാവരെയും പുറത്തു നിർത്തുന്നു എന്നുള്ളതിന് വലിയ തെളിവതാണ്. അത് ജി സുധാകരൻ്റെ കേസിൽ അത് തന്നെയാണ്. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ, കുറച്ച് നാൾ അദ്ദേഹം സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു, പിന്നെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു, പൊതുമരാമത്ത് വകുപ്പ്. ഇപ്പോഴത്തെ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോൾ കൈയിട്ട് വാരാൻ പറ്റിയ ഏറ്റവും പറ്റിയ വകുപ്പുകളാണ് ഇതെല്ലാം. അതെ, ഒരു കാരണവശാലും അവിടെ ഇരുന്നപ്പോൾ ഒരു രൂപയുടെ പോലും അഴിമതി പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ പോലും ജി സുധാകരനെതിരെ ഉയർത്തിയിരുന്നില്ല. അത് അന്നും പറയില്ല, ഇന്നും പറയുന്നില്ല. ഇന്നിപ്പോൾ ഈ ജി സുധാകരനെതിരെ പടവാളം ഓങ്ങി നിൽക്കുന്ന സജി ചെറിയാനടക്കം സുധാകരൻ അഴിമതിക്കാരനാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്രത്തോളം ബൗദ്ധിക നിലവാരമുള്ള കാര്യങ്ങളായി മനസ്സിലാക്കുകയും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അല്ലെങ്കിൽ എംബ്രാൻ്റെ നേരെ വിരലുയർത്തി കാര്യങ്ങൾ പറയുന്ന ആള് ഇനി വേണ്ട എന്നുള്ള മട്ടിലാണ് ജി സുധാകരനെ പുറത്താക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നത്. അത് കാരണം ആകെ നമുക്ക് ജി സുധാകരനെ കുറിച്ച് എനിക്ക് ഒറ്റ ആക്ഷേപം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇടയ്ക്ക് കവിത എഴുതും. ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് കവിത എഴുതാതിരിക്കുക. കാരണം അദ്ദേഹത്തിന് പൊട്ടക്കവിതകളാണ്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആവാട്ടോ, കാരണം പൊട്ടക്കവിതകളൊക്കെ ധാരാളം എഴുതാം. കാരണം അങ്ങനെ എഴുതിയും സ്വന്തം താല്പര്യപ്രകാരം കവിത എഴുതാനൊക്കെ ചെയ്യുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ അടിസ്ഥാന വർഗത്തിൻ്റെ ചേരിയിൽ ചേർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയും എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെന്ന് അവകാശപ്പെടുന്ന ആളുകളെക്കാൾ ഫാർ ബെറ്ററാണ് സുധാകരൻ എന്നാണ്. ഒരു സംശയക്കരുതില്ല. ജി സുധാകരനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നമുക്ക് ആർക്കും ഒരാക്ഷേപവും പറയാൻ സാധ്യമല്ല. ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തെ സംബന്ധിച്ച് അനിവാര്യമാണ്. ഈ കാര്യത്തിൽ സംശയം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കാതിരുന്നത്. അതുകൊണ്ടാണത്. കാരണം പിണറായി വിജയൻ്റെയൊക്കെ ചരിത്രം നോക്കിയാൽ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ചരിത്രം നോക്കിയാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കഴിവുള്ള ആളുകളെ, വിവരമുള്ള വിദ്യാഭ്യാസമുള്ള മുഴുവൻ ആളുകളെ മാറ്റി നിർത്തിയിട്ട് പാർട്ടിയിൽ അവരെല്ലാം ഒരു അരിക്കാക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്ത് വിജയിച്ചിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളം ഭാരതം കണ്ട ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നേതാവായിരുന്നു എ കെ ഗോപാലൻ. എ കെ ഗോപാലൻ ആരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ? ആരെങ്കിലും ആയിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇടക്കാലത്ത് അദ്ദേഹം കുറച്ചാൾ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന എൻ്റെ ഓർമ്മ, വളരെ കുറച്ച് നാളത്തേക്ക് മാത്രം. മറിച്ച് ഓൾ ഇന്ത്യ സെക്രട്ടറി ആവുന്നതും മുഖ്യമന്ത്രി ആവുന്നതും പ്രതിപക്ഷ നേതാവാകുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ വക്രത രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. എ കെ ജി ആയിരുന്നില്ല. എ കെ ജിയുടെ സമരമുഖം തുടങ്ങുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പുള്ള കണ്ണൂരിൽ നടന്ന കണ്ടോത്ത് സമരം. ആ കണ്ടോത്ത് സമരത്തിന്റെ നായകനാണ് എ കെ ജി. ആ എ കെ ജി എത്ര മിച്ചഭൂമി സമരം അടക്കമുള്ള നിരവധി കുടിയടപ്പ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് എ കെ ജി. അന്നും ഈ സാധാരണക്കാർ താമസിക്കുന്നു എന്ന് പറയുന്ന ചേരികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒരു ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് എ കെ ജിയൊക്കെ. നമ്മൾ അങ്ങനെ കാലം അടയാളപ്പെടുത്തിയത് അങ്ങനെയാണ്. ഇപ്പോൾ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ ചെറ്റ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി, ചെറ്റത്തരം. അപ്പോൾ ജി സുധാകരൻ പറഞ്ഞു, ഞാൻ ചെറ്റക്കുടിയിൽ കഴിഞ്ഞവനാണ്, ചെറ്റക്കുടിയിൽ കഴിഞ്ഞ ആളുകളെ അവരുടെ പ്രവൃത്തികളെ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ ആയിക്കോട്ടെ, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ, അടിയാള വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവരെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി നിലകൊള്ളേണ്ടത് എന്ന് ഭരണവർഗത്തിൻ്റെ മുഖത്തു നോക്കി വിരലുയർത്തി സംസാരിക്കാൻ ജി സുധാകരനെ പോലെ, അല്ലെങ്കിൽ രാജാവ് നഗ്നനാണ് എന്ന് പിണറായിയോട് മുഖത്തു നോക്കി പറയാൻ ജി സുധാകരനെ പോലെ നട്ടെല്ല് ഉയർത്തി നിൽക്കാൻ ഇന്ന് ആ പാർട്ടിയിൽ ആരും ഇല്ല എന്നാണ്. അത് കാരണം അതുകൊണ്ടല്ല, ഈ ജി സുധാകരൻ ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ കൊല്ലുന്ന പ്രസ്ഥാനമാണ്, ആളുകളെ വിലക്കെടുക്കുന്ന പ്രസ്ഥാനമാണ്, ആളുകളെ ഏറ്റവും മോശക്കാരാക്കുന്ന പ്രസ്ഥാനമാണ്. ദാരിദ്ര്യമില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പില്ല. ഇത് തിരിച്ചറിയുന്ന പ്രസ്ഥാനമാണ്. അവർ പുന്നപ്രയിൽ, ഇപ്പോൾ ജി സുധാകരൻ ജനിച്ചിട്ടുള്ള പുന്നപ്രയിൽ സമരം, ആ സമരത്തിൽ ആരുണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞു, അവിടെ 14 പേര് എഴുതി വെച്ചിട്ടുണ്ട് പുന്നപ്രയിൽ, വലിയ ചുടുകാട്ടിൽ. ഈ 14 പേരിൽ ആരെങ്കിലും ഒരാൾ സമരത്തിലുണ്ടായിരുന്നോ? വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നോ? ടി വി തോമസ് ഉണ്ടായിരുന്നോ? ആരുണ്ടായിരുന്ന കാര്യത്തിൽ? അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾ കുന്തക്കാരൻ പത്രോസ. ആ പത്രോസിന്റെ അവസാനത്തെ മരണത്തിന്റെ ഒരു മരണമൊഴി എന്നുള്ള രീതിയിൽ അദ്ദേഹം എഴുതി വെച്ചുള്ള സംഗതിയുണ്ട്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച്. അദ്ദേഹം കുമ്മാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. ഇപ്പൊ ഇത് നമ്മൾ ഈ എറണാകുളത്ത് നിന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന ബൈപ്പാസിന്റെ കയറുന്ന അദ്ദേഹത്തിന്റെ അവിടെ വെച്ചിട്ടാണ്. അപ്പൊ അവിടെയുള്ള അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് അദ്ദേഹം കയറിയിട്ട് അവിടെയുള്ള SNDP യോഗത്തിന്റെ സെക്രട്ടറി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മൃതദേഹം ആ ചുടുകാട്ടിൽ ദഹിപ്പിക്കരുത്, കുഴിച്ചിടരുത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ ഇവിടെ SNDPയുടെ ഇവിടെ ശ്രീനാരായണ ശ്മശാനത്തിൽ എൻ്റെ മൃതദേഹം അടയ്ക്കാൽ മതി. അതിന് കാരണം പറഞ്ഞത്, ഞാൻ പണ്ടേ അവരായിട്ട് വഴക്കൂടാറുണ്ട്, അവിടെ കിടന്നിനിയും അവരുടെ മൃതദേഹവുമായിട്ട് എനിക്ക് ശണ്ഠ കൂടാൻ വയ്യ എന്ന് പറയുന്ന ആളാണ് കുന്തക്കാരൻ പത്രോസ്.
അപ്പൊ ഈ കുന്തക്കാരൻ പത്രോസ്, ഇപ്പൊ കുന്തക്കാരൻ പത്രോസ് എന്ന് പറഞ്ഞാൽ ജി സുധാകരന്റെ പൂർവികനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവിതാംകൂറിന്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ആ തിരുവിതാംകൂറിന്റെ സെക്രട്ടറി ആയിരുന്ന കുന്തക്കാരൻ പത്രോസിനെ വരെ ഒതുക്കിയ ഒരു പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുമ്പോൾ ഒരുപക്ഷെ ഈ കുന്തക്കാരൻ പത്രോസും അല്ലെങ്കിൽ ജി സുധാകരനൊക്കെ വിഭാവനം ചെയ്യുന്ന തരത്തിൽ ഇനി അവിടെ യാതൊന്നും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഇവരൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ വരുന്നു, ജി സുധാകരൻ്റെ ഒരു എഫക്റ്റ് ഒരു കാരണവശാലും അമ്പലപ്പുഴയിലോ ആലപ്പുഴയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കേരളം മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ജി സുധാകരൻ എന്ന വ്യക്തിയെ അറിയുന്ന ആളുകൾ ഒരിക്കലും ജി സുധാകരൻ ഉണ്ടായിരുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാമെന്ന് അദ്ദേഹത്തിന് ഡയറക്റ്റ് സ്വാധീനം പ്രധാനമായിട്ട് അമ്പലപ്പുഴയും അത് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായിട്ട് ആയിരിക്കാം. പക്ഷെ ഇൻഡയറക്റ്റ് എഫക്റ്റ് ഉണ്ട്. ഈ ഇൻഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ 500 തുടങ്ങിയിട്ട് 1000 വോട്ട് വരേക്കും വ്യത്യാസം വരാം. അത് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവാം. മലബാറിലേക്ക് പോകുന്ന സമയത്ത് ടി കെ ഗോവിന്ദന്റെ പേരിലും അല്ലെങ്കിൽ കുഞ്ഞിരാകൃഷ്ണന്റെ പേരിലും ഒക്കെ വേണമെങ്കിൽ വരാം. സാറേ, കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്ന ആളുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത് സംഭവിക്കും. കാരണം അവർക്കൊക്കെ സുധാകരനോട് നേരിട്ട് പരിചയം ഉണ്ടാവില്ല. കാരണം AKG പോലെ അല്ലെങ്കിൽ വി സച്ചിദാനന്ദനെയൊക്കെ പോലെ വലിയ നേതാവൊന്നുമല്ല സുധാകരൻ. പക്ഷെ ഒന്നുണ്ട്, സുധാകരൻ കമ്മ്യൂണിസം ശരിയാണെന്ന് വിശ്വസിച്ച ഒരാളാണ്. അത് ഇന്നുള്ളത് പോലെ അല്ല എന്ന് പറഞ്ഞ ആളാണ്, എന്ന് വിശ്വസിച്ച ആളാണ്. ഇന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ശരിയാണെന്ന് നിർബന്ധമില്ല. ഞാൻ കമ്മ്യൂണിസം ശരിയാണെന്ന് ഞാൻ ഒരു കാലത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു പാഴ്വേലയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ സുധാകരൻ എന്ന് പറയുന്ന ആള് സത്യസന്ധനായിട്ടുള്ള ആള്. അദ്ദേഹം ധരിച്ചത് കമ്മ്യൂണിസം കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ചരിത്രപരമായിരിക്കുന്ന മാറ്റം കുറിക്കുന്ന അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ആ ധാരണയിൽ അദ്ദേഹത്തിന് പെശക് പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. വസ്തുതയാണ്. അതെന്തായാലും ജി സുധാകരൻ എഫക്ട് കേരളത്തിൽ എന്തായാലും 2026 തീർച്ചയായിട്ടും ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ രംഗത്തെ കുളം കോരുന്ന കാര്യത്തിൽ ഒരു സുധാകരൻ എഫക്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. എത്ര കണ്ട് ഏത് അളവ് വരെ ഉണ്ടെന്നുള്ളത് നമുക്ക് മെയ് 4 തീയതി തീർച്ചയായിട്ടും വലിയ തോതിൽ ഉണ്ടാവും. ശരി, നമസ്കാരം.